നാഥനോടൊപ്പം ആയിരിക്കാൻ ഒരു അവസരം കൂടി. കർത്താവിൻ്റെ സ്ഥലത്തായിരിക്കുക, കർത്താവിൻ്റെ സമയത്തായിരിക്കുക, ഇതാണല്ലോ പ്രാർത്ഥന. അതിന് ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. മാനവബന്ധം ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനുഷ്ഠാനങ്ങൾ കൂടി വരുന്നു, ആത്മീയത കുറഞ്ഞു വരുന്നു. നമ്മുടെയൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും ഇത്രയും അധികം അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഏറെ അനുഷ്ഠാനങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ അവർ കുറെ കൂടി ശാന്തിയിലും സമാധാനത്തിലും ജീവിച്ചു. അനുഷ്ഠാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് ശാന്തിയും സമാധാനവുമെല്ലാം കുറഞ്ഞു വരുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തുമാത്രം അസ്വസ്ഥരാണവർ. സ്വസ്ഥമായി ഒന്നിരിക്കാനോ ശാന്തമായി ഒന്ന് വായിച്ചു പഠിക്കാനോ ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കാനോ ഒന്നിനും അവർക്ക് കഴിയുന്നില്ല. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാൾ കമ്പ്യൂട്ടറിൽ നിന്ന് പഠിക്കാനാണ് അവരിഷ്ടപ്പെടുക. ഗുരുവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ എന്നോ എവിടെയോ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമാകുന്നുണ്ട്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ സത്യവും ജീവനും നീതിയുമൊക്കെ പഠിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ എല്ലാ അറിവുകളും കമ്പ്യൂട്ടറിലൂടെ കിട്ടും എന്നിരിക്കെ അവൻ ആ സ്വിച്ച് ഓണാക്കി അതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അറിവുകളോടൊപ്പം കിട്ടുന്ന ഒരുപാട് തിക്ത അനുഭവങ്ങളും അറിയരുതാത്ത കാര്യങ്ങളും ഏറെയാണ്. ആ അറിയരുതാത്ത കാര്യങ്ങളെല്ലാം അവൻ്റെയും അവളുടെയും കോശങ്ങളിലേക്കും മനസ്സിലേക്കും പ്രവേശിച്ച് വിഷയസുഖങ്ങളായി രൂപപ്പെടുമ്പോൾ അത് അവനെ അവളെ രോഗിയാക്കി മാറ്റും എന്നറിയാൻ വലിയ ബുദ്ധിയും വിവരവും ഒന്നും വേണ്ട. ചെറിയ ആലോചനയും ചെറിയ ധ്യാനവും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബാല്യവും യുവത്വവുമില്ലാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കൗമാരമില്ലാത്ത ലോകത്ത്, വാർദ്ധക്യം നിറഞ്ഞ ലോകത്ത്, ജനിച്ചു വീഴുമ്പോഴേ കുട്ടികൾക്ക് പല്ല് മുളയ്ക്കുന്ന ഒരു ലോകത്ത്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ തലമുടി നരയ്ക്കുന്ന ഒരു ലോകത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും രീതികളുമാണോ ഇത് എന്ന് ഓരോരുത്തരും ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആത്മശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്താൽ, ഇടുങ്ങിയ വഴിയെ യാത്ര ചെയ്താൽ ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാഥനോടൊപ്പം ആയിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. തിരുത്താൻ പറ്റുന്നതെല്ലാം തിരുത്താം, മാറ്റാൻ പറ്റുന്നതെല്ലാം മാറ്റാം. ആരോഗ്യത്തിൻ്റെ ആത്മീയ ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അവിടെയാണ് ആരാധന, അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥന, അതാണ് യഥാർത്ഥ ആത്മീയത. ആ ആത്മീയത സ്വന്തമാക്കി പ്രാർത്ഥിക്കാനുള്ള സമയമാണ് നാഥനോടൊപ്പം. ശാന്തമാകാൻ നമുക്ക് നമ്മളെ തന്നെ ഏകാഗ്രതയിലേക്ക് വന്ന് ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം, പ്രാർത്ഥിക്കാം.
സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക, അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക, അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ
ഉറവിടമാ എന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. നാഥനോടൊപ്പം ദൈവത്തിലേക്ക് എത്താൻ എത്ര വഴികളുണ്ട് എന്ന് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും വഴികളുമുണ്ട്. ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടോ അത്രത്തോളം വഴികളുണ്ട് ദൈവത്തിലേക്ക് എത്താൻ. ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന വഴികൾ ദൈവത്തിലേക്ക് എത്തുന്ന വഴികളാണോ? നമ്മുടെ കുടുംബത്തിലെ മക്കൾ സഞ്ചരിക്കുന്ന വഴികൾ ദൈവത്തിലേക്ക് എത്തുന്ന വഴികളാണോ? മാതാപിതാക്കൾ സഞ്ചരിക്കുന്ന വഴികൾ ദൈവികമാണെങ്കിൽ തീർച്ചയായും മക്കൾ സഞ്ചരിക്കുന്ന വഴികളും ദൈവികമാകും. കാരണം പിതാവിൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും സംയോജിക്കുന്ന ആദ്യ കോശം, അതാ ഓരോ കുഞ്ഞിലും കുടികൊള്ളുന്നത്. അങ്ങനെയെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും കോശം ദുഷിക്കുന്ന മാത്രയിൽ കുഞ്ഞിൻ്റെ കോശവും ശരീരവും ദുഷിക്കും, വഴിതെറ്റാനുള്ള സാധ്യത ഏറെയാണ്. കുഞ്ഞുങ്ങളെ മാത്രം പഴിക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും സാംസ്കാരിക നായകന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുതന്നെയാണ്. മുൻപേ നടക്കുന്നവൻ്റെ വഴി ശരിയായാലേ പിൻഗമിക്കുന്നവൻ്റെ വഴി നേരെയാവും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വഴികൾ നേരെയാക്കാം. കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാനെ കൂട്ടുപിടിക്കാം. യോഹന്നാനോട് ചേർന്ന് ജീവിതത്തിൻ്റെ പാത കൃത്യമാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതമാണ്. അവരുടെ മക്കളെ വികാരത്തിൽ വളർത്താൻ പഠിപ്പിക്കണം. വികാരത്തിൽ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. വിദ്യാഭ്യാസം മാത്രമല്ല പ്രധാനപ്പെട്ടത്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവികാരം നിങ്ങളുടെ മക്കളുടെ ശരീരത്തിലും ബ്രെയിനിലും കോശത്തിലും പതിക്കുന്ന ആ നിമിഷം തുടങ്ങുകയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇല്ലെങ്കിലോ വിദ്യാഭ്യാസം വികലമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴുകയാണ്. ഈ യഥാർത്ഥ ആത്മീയതയും സംസ്കാരവും സ്വന്തമാക്കുന്നിടത്താണ് നമ്മുടെ വഴികൾ കൃത്യമാകുന്നത്. അത് ഈശോയുടെ വഴിയാണ്, സുവിശേഷത്തിൻ്റെ വഴിയാണ്. അത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതും ധ്യാനിക്കുന്നതുമാണ്. നമ്മളിപ്പോൾ ആലപിക്കുന്ന സംഗീതവും മറ്റൊന്നുമല്ല, ഒരു മഴമേഘം പോലെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിമിഷങ്ങളിലെല്ലാം താങ്ങും തണലുമാകുന്നവൻ കർത്താവാണ് എന്ന് ഏറ്റുപറയുകയാണ്. കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കുറവുകളെ സദാ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ ഗീതത്തിലൂടെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയെല്ലാം തമ്പുരാൻ്റെ നിറവുകളോട് ചേർത്ത് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. മേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടും നേതോ ശരറാന്തൽ ദീപം എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോകും മനം ചൊല്ലുന്നുവോ മൃദുമന്ത്രണം പോലെ മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടും നേതോ ശരറാന്തൽ ദീപം. കണ്ടു ഒരു മാത്ര കനിപോലും മിഴി ഒന്നു തഴുകും നേരം മനം പെയ്തേ പോ. കണ്ടു ഒരു മാത്ര കനിപോലും മിഴി ഒന്നു തഴുകും നേരം മനം പെയ്തേ പോ. ഉള്ളിൽ കതിരോത്സവം മഞ്ഞമന്താരം പോ ജീവനാഥ നിൻ ദിവ്യപ്രേമമൊരു മധുകാലമാ. മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടും നേതോ ശരറാന്തൽ ദീപം. എന്നും ഓർത്തേ പോ നിന്നെ കാണാൻ മോഹം എന്റെ വൈകുന്നു നീ വീണ്ടും വരികില്ലേ. എന്നും ഓർത്തേ പോ നിന്നെ കാണാൻ മോഹം എന്തേ വൈകുന്നു നീ വീണ്ടും വരികില്ലേ. പാദസ്പർശം
മൊഴിയൊന്നു കേട്ടിടാ ഹൃദയത്തിൻ വാതിൽക്കൽ ഞാനെന്നും കാതോർത്തു നിൽപ്പൂ. മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടുന്നേതോ ശരരാന്തൽ ദീപം എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോകും മനം ചൊല്ലുന്നുവോ മൃദുമന്ത്രണം പോലെ. മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടുന്നേതോ ശരരാന്തൽ ദീപം എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോകും മനം ചൊല്ലുന്നുവോ മൃദുമന്ത്രണം പോലെ. പണത്തിനും പ്രതാപത്തിനും പ്രാധാന്യം കൊടുക്കാതെ കുട്ടികളുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മാതാപിതാക്കളുടെ വികാരത്തോട് ചേർത്ത് നിർത്തി നമുക്കവരെ വളർത്തിക്കൊണ്ടുവരാം. കാരണം നാളത്തെ സഭ, നാളത്തെ ലോകം, നാളെയുടെ ഭാവി ഈ മക്കളിലാണ്. നിങ്ങൾ ആ കുട്ടികളുടെ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ പോലും പണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അവരുടെ ആത്മീയതയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിക്കുക. അങ്ങനെ വലിയ ഒരു ആത്മീയതയുടെ ലോകം നമ്മുടെ മക്കൾക്കായി നമുക്ക് തുറന്നിടാം. വിഷമിക്കരുത്, നിരാശപ്പെടരുത്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന് സത്യസന്ധമായി നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. പരാജയപ്പെടുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് ബലമാകട്ടെ, ശക്തിയാകട്ടെ, ജീവനാകട്ടെ. പ്രാർത്ഥിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ ഞാൻ